ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരിയെ ജയിലിൽ പോയി കണ്ടതിനുശേഷം മനുവും ശിവേട്ടനും വീട്ടിലേക്ക് വന്ന് കയറുന്നു. കയറി വരുമ്പോൾ തന്നെ കമല ചോദിക്കുന്നു, നിങ്ങൾ ഹരിയെ കണ്ടോ? എന്താ അവന്റെ വിശേഷം? കാര്യങ്ങളെല്ലാം മനു പറയും. എനിക്ക് തല വേദനിച്ചിട്ട് വയ്യ, ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് ശിവൻ അകത്തേക്ക് പോകുന്നു. മനു പറയുന്നു, ഞങ്ങൾ ഹരിയെ കണ്ടു, അവന് കുഴപ്പമൊന്നുമില്ല, കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. അവന്റെ കൂടെയുള്ളവർ മറ്റന്നാൾ ജാമ്യത്തിലിറങ്ങും, അവന് മാത്രം ജാമ്യം കിട്ടില്ല. പോക്സോ കേസും കൂടിയുള്ളതുകൊണ്ട് ഹരിക്ക് ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കമല ചോദിക്കുന്നു, ഇതിനു മുൻപ് അവനാ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടോ? അവനെന്താ പറഞ്ഞത്? മനു പറയുന്നു, ഇല്ലെന്നാണ് ഹരി പറഞ്ഞത്. അവൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. ഇതു കേൾക്കുന്ന കമലക്ക് ദേഷ്യം വരുന്നു. മറ്റുള്ളവർക്കെല്ലാം ജാമ്യം കിട്ടുമ്പോൾ എന്റെ ഹരിക്ക് മാത്രം ജാമ്യം കിട്ടില്ല അല്ലേ? അവരുടെ വീട്ടിൽ നട്ടെല്ലുള്ള ആണുങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടും. ഇവിടെയുള്ള 2 ആണുങ്ങൾക്കും അത് ഇല്ലല്ലോ. ഇത് കേൾക്കുന്ന മനു ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു. പോകുന്നതിന് മുൻപ് മനു കമലയോട് പറയുന്നു, അമ്മ ഒരു കാര്യം കൂടി അറിഞ്ഞിരുന്നോ? ആരെ രക്ഷപ്പെട്ടാലും ഹരി മാത്രം ഇതിൽ നിന്ന് രക്ഷപ്പെടില്ല. അത്രയ്ക്ക് വലിയ ക്രൂരതയാണ് ഹരി ആ പെൺകുട്ടിയോട് ചെയ്തത്. പിന്നെ കാണിക്കുന്നത് മനുവിന്റെ മുത്തശ്ശിയാണ്. മനു മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുന്നു. എന്താടാ, എത്ര നേരമായി വിളിച്ചിട്ട്? നീയും അച്ഛനും കൂടി ഹരിയെ കാണാൻ പോയിട്ട് എന്തായി? മുത്തശ്ശി ചോദിക്കുന്നു. ഹരിയെ കണ്ടു, അവന്റെ കൂടെയുള്ളവർക്ക് മറ്റന്നാൾ ജാമ്യം കിട്ടും, അതാണ് അവന്റെ പ്രശ്നം. അതെന്താ അവന് മാത്രം ജാമ്യം കിട്ടാത്തത്? മുത്തശ്ശി ചോദിക്കുന്നു. ഹരിയുടെ പേരിൽ പോക്സോ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് അവനാ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവന് ജാമ്യം കിട്ടില്ല. ഇല്ലെന്നാണ് ഹരി പറയുന്നത്. അത് ആ പെൺകുട്ടിയോട് തന്നെ ചോദിക്കണം. അലീന വിചാരിച്ചാലേ കാര്യം നടക്കുള്ളൂ. മുത്തശ്ശി മനുവിനോട് ചോദിക്കുന്നു, നീ അലീനയെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് കേട്ടല്ലോ. മുത്തശ്ശിയോട് ആരാ ഇത് പറഞ്ഞത്? നിന്റെ അച്ഛൻ തന്നെ. ശരിയാണോ? മനു ചോദിക്കുന്നു. ഞാൻ അലീനയെ കല്യാണം കഴിക്കുന്നതിനോട് മുത്തശ്ശിയുടെ അഭിപ്രായം എന്താ? അലീന നല്ല കുട്ടി തന്നെയാണ്, പക്ഷേ അവളുടെ പാരമ്പര്യം ശരിയല്ല, നേരായ മാർഗത്തിൽ ഉണ്ടായതല്ലല്ലോ. മനു മുത്തശ്ശിയോട് ചോദിക്കുന്നു. മുത്തശ്ശിയുടെ മകൾ വൈജയന്തിയുടെ മകളാണ് അലീന എങ്കിൽ മുത്തശ്ശി സമ്മതിക്കില്ലേ? വൈജയന്തിക്കും അങ്ങനെ ഒരു ചരിത്രമില്ലേ? അതൊന്നും മറന്ന് അലീനയുടെ യോഗ്യത അളക്കരുത്. ഇതൊക്കെ എനിക്ക് മാത്രം അറിയാവുന്ന സത്യങ്ങളാണ്. മുത്തശ്ശിയായിട്ട് ആരോടും ഒന്നും പറയണ്ട. പിന്നീട് കാണിക്കുന്നത് മനുവിനെയാണ്. മനു ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഗംഗേട്ടൻ വന്ന് കാറിറങ്ങുന്നു. രണ്ടുപേരും വീടനകത്തേക്ക് കയറിപ്പോകുന്നു. എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഗംഗേട്ടൻ വൈജയന്തിയുടെ കാര്യം ചോദിക്കുന്നു. വൈജയന്തി ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ അലീനയുടെ സൈഡാണ്. അലീന റിസ്ക് എടുത്ത് ശരണയെ പോയി കണ്ടതുകൊണ്ടാണ് രോഹിത്തിന്റെ നിരപരാധിത്വം തെളിഞ്ഞത്. അതിനിടയിൽ കമല പറയുന്നു, കുടുംബത്തോട് കൂറുള്ളവർ അങ്ങനെയാ. ഇവിടെ ഉണ്ടല്ലോ 2 പേർ. ഹരിയെ ജാമ്യത്തിലിറക്കാൻ അവർക്ക് പറ്റിയോ? 1ഉം 2ഉം പറഞ്ഞ് കമലയും മനുവും തർക്കമുണ്ടാകുന്നു. ദേഷ്യം വന്ന മനു, ഹരിയെ സഹായിക്കാൻ എന്റെ യാതൊരു സഹായവും പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകുന്നു. ഗംഗേട്ടൻ അമ്മയെ കാണാൻ വരുന്നു. അമ്മയ്ക്ക് കഴിക്കാൻ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. ഗംഗേട്ടനോട് അമ്മ വിശേഷങ്ങൾ ചോദിക്കുന്നു. ശേഷം പറയുന്നു, നീ അറിഞ്ഞോ? മനു അലീനയെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഗംഗേട്ടൻ പറയുന്നു, അതിനെന്താ, അലീന നല്ല കുട്ടിയല്ലേ? മനുവിന് ഇന്നമുന്ന ഒരു കുട്ടിയാണ്, അതല്ലേ വേണ്ടതും. അമ്മ പറയുന്നു, എന്നാലും മറ്റുള്ളവർ എന്തു പറയും? ഒരു വേലക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് പറയില്ലേ? ഗംഗേട്ട പറയുന്നു, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട.